ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡെയിലി വ്ളോഗ് ആണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് അല്ലുമോ എടുക്കത്തോണ്ട് പിണങ്ങിക്കാൻ കേട്ടോ അല്ലുമോള്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 5 മണിക്ക് ഇറങ്ങി. എന്തിനാന്ന് വെച്ചാൽ അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് സമയം വൈകും, അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലുമോള് കളിയും ചിരിയായി, പിന്നെ ഓടി കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് പോയിരുന്നു, നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ റോഡിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. നടന്നു പോകുമ്പോൾ വല്ലാത്തൊരു അടിപൊളി സുഖമാണ് കേട്ടോ. റോഡിന്റെ സൈഡിലുള്ള ഒരു പുല്ലെടുത്ത് കൈ പിടിച്ചാണ് തുമ്മാൻ വന്നിട്ടോ, വേഗം മൂക്കി കുത്തി കെട്ടിയതാണ്. കറക്റ്റായിട്ട് എത്തിയപ്പോഴത്തേക്ക് സുധിച്ചാട്ടൻ വന്നു. അങ്ങനെ സുധിച്ചാട്ടൻ ഞങ്ങളോട് വണ്ടി കയറിക്കോളാൻ പറഞ്ഞിട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ കയറി പോയിട്ടോ. ഏകദേശം ഇരുട്ടാവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി കാഴ്ചകളും കണ്ട് ഞങ്ങൾ നേരെ കയറിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് കയറുന്ന അവിടെ. അങ്ങനെ ഞങ്ങളത് നടന്ന് ഏകദേശം അവിടെ എത്താറായിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലേക്ക് എത്തിയപ്പോൾ അല്ലുമോക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പൊ അമ്മേന്റെ കൈ പിടിച്ച് വേഗം ഓടി കയറാണ്. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും ലച്ചും ആള് ഓടി വരികയാണ്. ഈ ഓടി വരുന്ന എന്തിനാ വെച്ചാൽ ക്യാമറ ഒത്തി പിടിക്കാനാണ് കേട്ടോ. അങ്ങനെ പിന്നെ തൊഴുത് വന്നപ്പോഴത്തേക്കും തുളസിമാല കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം നട തുറന്നു. പിന്നെ നന്നായിട്ട് അങ്ങനെ കുറി മേടിക്കാൻ വേണ്ടി ലൈൻ നിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറി കിട്ടി നേരെ ഞാൻ തൊട്ടു. കുറി തരാൻ വേണ്ടി കണ്ണലുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഫോണിൽ നോക്കി തന്നെ കുത്തിയത് ഒരു രസമാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്തു. അങ്ങനത്തെ ഭജനം എല്ലാം ആയപ്പോഴത്തേക്ക് പായൊക്കെ വിരിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഭജന അല്ലാണ്ട് എല്ലാവരും വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഭജന പാടിയത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലുമോക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടിട്ടോ. പിന്നെ അവർ രണ്ടുപേരും ഭയങ്കര കളിയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഹരിവരാസനം പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഹരിവരാസം പാടി കഴിഞ്ഞപ്പോഴത്തേക്കും അന്നദാനം കഴിച്ചു. അന്നദാനം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഇലപുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് സമയം അവിടെ നോക്കി നിന്നിട്ടാണ് നമ്മൾ നേരെ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ തുള്ളി കളിച്ച് പോവാണ് മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല അടിപൊളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാറും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൂടെ ഒരു റോസ്റ്റ് പഴം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ നല്ല അസലായിട്ട് കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വിശന്നുകൊണ്ടാണോ അറിയില്ല, നല്ല വാരിക്കൊരി ഞാൻ നേരെ കഴിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങി ഞങ്ങൾ അച്ചവിടെ കാത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള നമ്മളെ വീഡിയോ. അടുത്ത വീഡിയോയ്ക്ക് വരുമ്പോഴത്തേക്ക് തെറ്റാ.